അങ്ങനെ 1893-ൽ തന്റെ ജീവിതത്തിലെ ഒരു ദൗത്യം അദ്ദേഹം ആരംഭിച്ചു. ഡിസംബറിൽ ഹെൻറിയും ക്ലാരയും 58 ബാഗ്ലി അവന്യൂവിലേക്ക് താമസം മാറി. അവിടെ അവർ 2 നിലകളുള്ള ഒരു ഇഷ്ടിക വീടിന്റെ ഇടതുവശത്ത് താമസിച്ചു. ഫോർഡ് തന്റെ വീടിന് പിന്നിലുള്ള ഒരു ചെറിയ ഷെഡിൽ ഒരു വർക്ക്ഷോപ്പ് നിർമ്മിച്ചു. എഡിസൺ കമ്പനിയിൽ അദ്ദേഹം പ്രധാന കെട്ടിടത്തിന് പിന്നിലെ ഇടവഴിയിലുള്ള ഒരു ബേസ്മെന്റ് മുറിയിൽ ചില ഉപകരണങ്ങൾ ശേഖരിച്ചു. വാരാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും ജോലിദിവസത്തിലെ വിചിത്ര നിമിഷങ്ങളിലും അദ്ദേഹം സംരക്ഷിച്ച സ്ക്രാപ്പ് മെറ്റൽ ഭാഗങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഗ്യാസോലിൻ എഞ്ചിൻ നിർമ്മിച്ചു. പഴയ നീരാവി പൈപ്പുകൾ, പിച്ചള കഷണങ്ങൾ, സ്റ്റീൽ ട്യൂബിംഗ്, ഒരു പഴയ ലാത്തിൽ നിന്നുള്ള ഒരു ഹാൻഡ് വീൽ എന്നിവയുടെ അസംസ്കൃത കോൺട്രാപ്ഷനായിരുന്നു അത്. 4 സൈക്കിൾ എഞ്ചിനിൽ ഒരു ഇഞ്ച് പൈപ്പിൽ നിന്ന് ബോർ ചെയ്ത സിലിണ്ടറിൽ ഘടിപ്പിച്ച ഒരു വീട്ടിൽ നിർമ്മിച്ച പിസ്റ്റണും വളയങ്ങളും ഉണ്ടായിരുന്നു. 1.5 അടി നീളമുള്ള ഒരു പഴയ ബോർഡിന്റെ ഒരു അറ്റത്ത് ഇത് ഘടിപ്പിച്ചിരുന്നു. മറുവശത്ത് ഒരു ഫ്ലൈ വീൽ സ്ഥാപിച്ചു. പിസ്റ്റണിനെ ക്രാങ്ക്ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ച ഒരു വടി, 2 മുതൽ 1 വരെയുള്ള ഒരു ചെറിയ ഗിയർ ക്രമീകരണം ഒരു ക്യാം പ്രവർത്തിപ്പിച്ചു. അത് ഇൻടേക്ക്, എക്സോസ്റ്റ് വാൽവുകൾ തുറക്കുകയും കെട്ടിടത്തിന്റെ പതിവ് വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് വരുന്ന സ്പാർക്ക് സമയം നിശ്ചയിക്കുകയും ചെയ്തു. ആഴ്ചകളോളം നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം 1893-ലെ ക്രിസ്മസ് രാവിൽ ഫോർഡ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. ഐതിഹാസിക കഥ അനുസരിച്ച് അടുത്ത ദിവസത്തെ അവധിക്കാല ഭക്ഷണത്തിനായി ക്ലാര ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിലാണ് അദ്ദേഹം അത് ക്ലാരയുടെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ചെറിയ എഞ്ചിൻ അടുക്കള സിങ്കിൽ ഉറപ്പിച്ചു. ഫ്ലൈ വീൽ തിരിക്കുമ്പോൾ ഇൻടേക്കിലേക്ക് പെട്രോൾ ഒഴിക്കാൻ ഭാര്യയുടെ സഹായം ഉറപ്പാക്കി. ഫോർഡിന് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വന്ന 2 തെറ്റായ സ്റ്റാർട്ടുകൾക്ക് ശേഷം എഞ്ചിൻ ഒടുവിൽ ജീവൻ പ്രാപിച്ചു. ഏകദേശം 30 സെക്കൻഡ് ഓടി. കുഴപ്പത്തിൽ നിന്ന് സിങ്ക് ശക്തമായി വൈബ്രേറ്റ് ചെയ്തു. എക്സോസ്റ്റിൽ നിന്ന് ചെറിയ തീജ്വാലകൾ പുറത്തുവന്നു. ഫോർഡ് ആഹ്ലാദഭരിതനായി. ഒരു ഗ്യാസോലിൻ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് സ്വയം തെളിയിച്ച അദ്ദേഹം ഉടൻ തന്നെ കൂടുതൽ ഉയരത്തിലേക്ക് ലക്ഷ്യമിട്ടു. ഞാൻ അത് കളിക്കാൻ നിന്നില്ല. വളരെക്കാലം കഴിഞ്ഞ് അദ്ദേഹം തന്റെ എഞ്ചിനെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് ഒരു 2 സിലിണ്ടർ എഞ്ചിൻ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഉടനെ തന്നെ അതിനുള്ള പണികൾ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാഹനം ഓടിക്കാൻ തക്ക ശക്തിയുള്ള ഒരു വലിയ എഞ്ചിനിൽ ഫോർഡ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു പ്രധാന കുടുംബകാര്യം ഫോർഡിന്റെ ജീവിതത്തെ സമ്മർദ്ദത്തിലാക്കി. അടുക്കളയിലെ വിജയകരമായ ട്രയൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നവംബർ 6-ന് ക്ലാരയ്ക്കും ഹെൻറിക്കും ഇഡ്സൽബ്രെയിന് ഫോർഡ് ജനിച്ചു. അവൻ അവരുടെ ഏക മകനായിരിക്കും. തന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായി സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉറപ്പാക്കാൻ ഒരു കാമ്പയിൻ ആരംഭിച്ചതോടെ ജനനം ഫോർഡിന്റെ ഭാഗത്ത് പ്രൊഫഷണൽ തീക്ഷ്ണതയുടെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. ആ ശ്രമം വിജയിച്ചു. 1893 അവസാനത്തോടെ എഡിസണിൽ അദ്ദേഹം ചീഫ് എഞ്ചിനീയറായി നിയമിതനായി. അദ്ദേഹത്തിന്റെ ശമ്പളം ഏകദേശം ഇരട്ടിയായി, പ്രതിമാസം $90. എന്നാൽ അതിലും പ്രധാനമായി, ഈ പുതിയ സ്ഥാനം അദ്ദേഹത്തിന്റെ ജോലി ഷെഡ്യൂളിൽ വഴക്കം നൽകി. ഫോർഡ് ദിവസത്തിൽ 24 മണിക്കൂർ ജോലി ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മേൽനോട്ട ചുമതലകൾ ഏതൊരു ദിവസത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. ഇത് വീട്ടിൽ ടിങ്കർ ചെയ്യാനും, മെഷീൻ ഷോപ്പുകൾ സന്ദർശിക്കാനും, ടിപ്പുകൾ കൈമാറാനും, മെക്കാനിക്സുമായി സംസാരിക്കാനും, തന്റെ ചെറിയ ഗ്യാസോലിൻ എഞ്ചിൻ മെച്ചപ്പെടുത്തുന്നതിൽ പരീക്ഷണം നടത്താനും അദ്ദേഹത്തിന് ഗണ്യമായ ഒഴിവു സമയം നൽകി. പ്രാദേശിക YMCAയിൽ ഒരു ലോഹ തൊഴിലാളിവർഗത്തെ പഠിപ്പിക്കുന്ന ഒരു സായാഹ്ന ജോലിക്ക് ജോലിസ്ഥലത്ത് തന്റെ ഹോബിക്കായി ലോഹഭാഗങ്ങൾ വാങ്ങാൻ അദ്ദേഹത്തിന് അവസരം നൽകി. അടുത്ത 2 വർഷങ്ങളിൽ ഫോർഡ് തന്റെ എഞ്ചിൻ ശുദ്ധീകരിക്കുന്നതിനും അത് പവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി നിർമ്മിക്കുന്നതിനുമായി ഏതാണ്ട് എല്ലാ ഒഴിവു സമയവും ചെലവഴിച്ചു. അദ്ദേഹം പിന്നീട് ഓർമ്മിച്ചു, എല്ലാ രാത്രിയും എല്ലാ ശനിയാഴ്ച രാത്രിയും ഞാൻ പുതിയ മോട്ടോറിൽ ജോലി ചെയ്തു. അത് കഠിനാധ്വാനമായിരുന്നുവെന്ന് എനിക്ക് പറയാനാവില്ല. താൽപ്പര്യമുള്ള ഒരു ജോലിയും ഒരിക്കലും ബുദ്ധിമുട്ടുള്ളതല്ല. ഫോർഡിന്റെ ചില പരീക്ഷണങ്ങൾ 58 ബാഗ്ലിയിലെ തന്റെ വീടിന് പിന്നിലുള്ള ഷെഡിൽ നടന്നു. വീടിന്റെ മറ്റേ പകുതിയിൽ താമസിച്ചിരുന്ന വിരമിച്ച കൽക്കരി വിൽപ്പനക്കാരനായ ഫെലിക്സ് ജൂലിയൻ തന്റെ അയൽക്കാരന്റെ മെക്കാനിക്കൽ ജോലികളിൽ ആകൃഷ്ടനായി. നിരീക്ഷിക്കാൻ അനുവദിച്ചതിന് പകരമായി തന്റെ ഷെഡിന്റെ പകുതി ഫോർഡിന് വിട്ടുകൊടുത്തു. അതിനാൽ വൈകുന്നേരങ്ങളിൽ വൃദ്ധൻ കടയിൽ ഒരു കസേര വലിച്ചിടുകയോ ജനൽപ്പടിയിൽ ഇരിക്കുകയോ ഫോർഡ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കാണുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ മിക്ക ജോലികളും എഡിസൺ കമ്പനിക്ക് പിന്നിൽ ഇടവഴിയിലുള്ള ഒരു ബേസ്മെന്റ് മുറിയിൽ അദ്ദേഹം സ്ഥാപിച്ചിരുന്ന അനൗപചാരിക കടയിലാണ് നടന്നത്. എഞ്ചിൻ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ഉപേക്ഷിക്കുകയും, മെക്കാനിക്കൽ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും, കുതിരസവാരിയും പുരുഷ സൗഹൃദവും പങ്കിടുകയും ചെയ്യുമ്പോൾ നിരവധി കൂട്ടാളികൾ ഫോർഡിന് ചുറ്റുമുത്തുകൂടി. എഡിസണിന്റെ വൈദഗ്ധ്യമുള്ള മെക്കാനിക്കുകളായ ജിം ബിഷപ്പും ജോർജ് കാറ്റോയും പതിവായി പങ്കാളികളായിരുന്നു. ബിഷപ്പ് ഫോർഡിനെ വണ്ടി ബോഡി നിർമ്മിക്കാൻ സഹായിച്ചു. അതേസമയം കാറ്റോ പുതിയ എഞ്ചിനുള്ള ഇഗ്നിഷനിൽ പ്രവർത്തിക്കുകയും സിലിണ്ടറുകൾക്കായി ഒരു ജോഡി ഇഗ്നിറ്ററുകൾ വികസിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു മെക്കാനിക്ക് സുഹൃത്തായ എഡ് സ്പൈഡർ ഹഫ് ഇലക്ട്രിക്കൽ ജോലികളിൽ സഹായിച്ചു.
സ്വന്തം മോട്ടോർ പവർ വണ്ടിയിൽ ജോലി ചെയ്തിരുന്ന കോളേജ് പരിശീലനം ലഭിച്ച എഞ്ചിനീയറായ ചാൾസ് കിങ് സഹായം നൽകി. YMCA മെറ്റൽ വർക്കിംഗ് ക്ലാസ്സിൽ ഫോർഡ് പഠിപ്പിച്ചിരുന്ന കിങ്ങിന്റെ യുവ സഹായിയായ ഒലിവർ ബാർത്തൽ ഗ്രൂപ്പിൽ ചേരുകയും മെഷീനിസ്റ്റ്, ഡിസൈനർ എന്നീ നിലകളിൽ തന്റെ ഗണ്യമായ കഴിവുകൾ സംഭാവന ചെയ്യുകയും ചെയ്തു. വെയ്ൻ മെഷീൻ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഫ്രെഡറിക് സ്ട്രോസിനെ ഫോർഡ് മെക്കാനിക്സ് സർക്കിളിലേക്ക് ആകർഷിച്ചു. എഡിസൺ കമ്പനിക്ക് പിന്നിലെ ഗ്രൂപ്പിന്റെയും പശ്ചാത്തലത്തിന്റെയും ഒരു ചിത്രം സ്ട്രോസ് അവശേഷിപ്പിച്ചു. കട ഇടവഴിക്ക് അപ്പുറത്തായിരുന്നു, കാൽഭാഗം മാത്രമേ നടപ്പാതയ്ക്ക് മുകളിലായിരുന്നുള്ളൂ. അതൊരു സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു. ഹെൻറി അത് ഒരു ഹാങ്ഔട്ടായി ഉപയോഗിച്ചു. അവിടെ വന്ന് ഇരിക്കുന്ന മറ്റാളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ചെറിയ ലാത്തുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രാത്രിയും ജോലി ചെയ്തിരുന്നില്ല. ഞങ്ങൾ തമാശ പറയുമായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുമായിരുന്നു, ചിലപ്പോൾ ജോലി ചെയ്യില്ല. ശനിയാഴ്ച രാത്രികളിൽ ഞങ്ങൾക്ക് ധാരാളം ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഹെൻറിക്ക് ഒരുതരം കാന്തം ഉണ്ടായിരുന്നു. ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു രസകരമായ കാര്യമായിരുന്നു. ഞങ്ങൾ ആ ചെറിയ എഞ്ചിൻ ബേസ്മെന്റിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ തീർച്ചയായും പുറത്ത് ധാരാളം ആളുകൾ ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുണ്ടാകുമായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ ഫോർഡ് തന്റെ പ്രോട്ടോടൈപ്പ് പൂർത്തീകരിക്കുന്നതിലേക്ക് മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരയുള്ളതുമായ പുരോഗതി കൈവരിച്ചു. 1896-ൽ ഒരു നിർണായക മുന്നേറ്റമുണ്ടായി. സാങ്കേതിക സാഹിത്യത്തിന്റെ ഒരു വലിയ വായനക്കാരനായ ബാർത്തൽ 1895-1896 നവംബർ 7 ജനുവരി 9 തീയതികളിലെ അമേരിക്കൻ മെഷീനിസ്റ്റിൽ നിന്നുള്ള ഒരു ജോഡി ലേഖനങ്ങളിലേക്ക് ഫോർഡിന്റെ ശ്രദ്ധ ക്ഷണിച്ചു. ആദ്യത്തേത് വിജയകരമായ കെയ്ൻ പെന്നിംഗ്ടൺ ഗ്യാസോലിൻ എഞ്ചിനെക്കുറിച്ച് വിവരിക്കുകയും ഈ ലൈറ്റ് ശക്തമായ മോട്ടോറിന്റെ ശക്തിയും ബലഹീനതയും വിശകലനം ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തേത് ഒരു മെഷീനിസ്റ്റ് ഏതെങ്കിലും കടയിലെ സാധാരണ വസ്തുക്കളിൽ നിന്ന് സമാനമായ ഒരു മോഡൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് വിശദീകരിച്ചു. അത്തരമൊരു പ്രോജക്റ്റിന്റെ വിശദമായ ഡ്രോയിങ്ങുകൾ വാഗ്ദാനം ചെയ്തു. മറ്റ് നിരവധി മെഷീനിസ്റ്റുകളും ചെയ്തതുപോലെ ഫോർഡ് ലേഖനങ്ങൾ പരിശോധിച്ചു. അവ തന്റെ എഞ്ചിൻ രൂപകൽപ്പനയ്ക്ക് അടിസ്ഥാനമായി ഉപയോഗിച്ചു. 1896-ലെ ശൈത്യകാലത്തും വസന്തകാലത്തും ഫോർഡിന്റെയും കൂട്ടാളികളുടെയും അധ്വാനം കൊടുമ്പിരിക്കൊണ്ടു. ഡിട്രോയിറ്റിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വസ്തുക്കൾ വാങ്ങാൻ ഫോർഡ് പാഞ്ഞു. ഇരുമ്പ് ജോലികളിൽ ഭൂരിഭാഗവും ബാർ ആൻഡ് ഡേറ്റ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ലഭിച്ചത്. അക്കാലത്ത് അവ പാർക്ക് പ്ലേസിന്റെയും സ്റ്റേറ്റ് സ്ട്രീറ്റിന്റെയും മൂലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ചക്രങ്ങൾ ഞാൻ നിർമ്മിച്ചു. സീറ്റ് എനിക്ക് വിൽസൺ കാരേജ് കമ്പനിയിൽ നിന്നും. സ്ട്രലിംഗർ ആൻഡ് കമ്പനി ബോൾട്ടുകളും സ്ക്രൂകളും നട്ടുകളും നൽകി. ഹാൻഡിൽ ഞാൻ തന്നെ നിർമ്മിച്ചു. ബാലൻസ് വീൽ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പാതയൻ ഞാൻ ഉണ്ടാക്കി കാസ്റ്റ് ചെയ്തു. സ്പാർക്കിംഗ് ഉപകരണം ഞാൻ നിർമ്മിച്ചു. ഡെട്രോയിറ്റ് സ്റ്റീലിൽ നിന്നും സ്പ്രിംഗ് കമ്പനിയിൽ നിന്നുമുള്ള സ്പ്രിംഗുകൾ ഞാൻ നിർമ്മിച്ചു. മെറ്റീരിയലുകൾ നിരന്തരം വാങ്ങുന്നതിനെക്കുറിച്ച് ക്ലാര ഫോർഡ് ആശങ്കാകുലയായി. ഹെൻറിയുടെ സഹോദരി മാർഗരറ്റ് ഓർമ്മിച്ചതുപോലെ ക്ലാര ബാങ്ക് അക്കൗണ്ട് പുനഃസ്ഥാപിക്കപ്പെടുന്നത് കാണാൻ അവൾ ജീവിച്ചിരിക്കുമോ എന്ന് പലതവണ ചിന്തിച്ചു. ഫോർഡും സഹായികളും ഇപ്പോൾ വിളിച്ചിരുന്ന ക്വാഡ്രിസൈക്കിൾ ക്രമേണ രൂപം പ്രാപിച്ചു. എഡിസൺ ഷോപ്പിൽ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിയ എഞ്ചിൻ 2.5 ഇഞ്ച് ബോറും 6 ഇഞ്ച് സ്ട്രോക്കുമുള്ള 2 സിലിണ്ടറുകളുള്ള ഒരു 4 സൈക്കിൾ മോട്ടോറായിരുന്നു. ഇത് 3-നും 4-നും ഇടയിൽ കുതിരശക്തി ഉൽപ്പാദിപ്പിക്കുകയും സിലിണ്ടറിലെ ഒരു ദ്വാരത്തിൽ ഘടിപ്പിച്ച ഒരു സ്പാർക്ക് ബ്രേക്കറുള്ള ഒരു ഇഗ്നിഷൻ സിസ്റ്റത്തെ ആശ്രയിക്കുകയും ചെയ്തു. ബാഗ്ലി അവന്യൂ ഷെഡിലെ സോണോൾസുകളിൽ ഫോർഡും ബിഷപ്പും സ്ഥാപിച്ച വണ്ടിക്ക് ചെറിയ ബോക്സി ബഗ്ഗിയുടെ രൂപമായിരുന്നു. എഞ്ചിൻ, ഫ്ലൈ വീൽ, ട്രാൻസ്മിഷൻ ബെൽറ്റ് എന്നിവയുടെ മുകളിലും മുന്നിലും സീറ്റ് ഉണ്ടായിരുന്നു. വാഹനത്തിന്റെ ചതുരാകൃതിയിലുള്ള മുൻവശത്ത് മുൻ ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് ബാർ ഉണ്ടായിരുന്നു. റബ്ബർ ടയറുകളുള്ള 4 28 ഇഞ്ച് വയർ സൈക്കിൾ വീലുകളിലാണ് മുഴുവൻ ഘടിപ്പിച്ചിരുന്നത്. വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ 2 വേഗതകളുണ്ടായിരുന്നു. മണിക്കൂറിൽ 10 മൈൽ എന്ന കുറഞ്ഞ വേഗതയും മണിക്കൂറിൽ 20 മൈൽ എന്ന ഉയർന്ന വേഗതയും കൂടാതെ ഒരു ന്യൂട്രൽ ഗിയറും. ഒരു ക്ലച്ച് ലിവർ മുറുക്കി ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് നിർദ്ദേശിക്കുന്ന ഒരു ബെൽറ്റ് പുറത്തിറക്കി. ഈ ബെൽറ്റ് മോട്ടോറിൽ നിന്ന് ഒരു കൗണ്ടർ ഷാഫ്റ്റിലേക്കും പിന്നീട് കൗണ്ടർ ഷാഫ്റ്റിൽ നിന്ന് പിൻ ചക്രങ്ങളിലേക്കും ഒരു ചെയിൻ വഴി പവർ കൈമാറി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫ്ലൈ വീൽ കറക്കി. ന്യൂട്രലിൽ സ്ഥാപിച്ചിരിക്കുമ്പോൾ വാഹനം നിർത്താൻ ഒരു ക്രൂഡ് ബ്രേക്ക് ഉപയോഗിച്ചു. ക്വാഡ്രിസൈക്കിളിന് ഏകദേശം 500 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. 3 ഗാലൺ ശേഷിയുള്ള ഒരു ഗ്യാസോലിൻ ടാങ്ക് ഉണ്ടായിരുന്നു. റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നില്ല. തന്റെ എല്ലാ അധ്വാനത്തിനും പുറമെ ഡെട്രോയിറ്റിലെ തെരുവുകളിൽ ഗ്യാസോലിൻ മോട്ടോർ വാഹനം ഓടിക്കുന്ന ആദ്യത്തെയാളല്ല ഹെൻറി ഫോർഡ്. 1896 മാർച്ച് 6-ന് ചാൾസ് ബി. കിങ് സ്വന്തമായി കുതിരയില്ലാത്ത വണ്ടി അവതരിപ്പിച്ചു. ഒലിവർ ബാർത്തലിന്റെ സഹായത്തോടെ കിങ് ഒരു പൊതുപ്രകടനത്തിനായി തന്റെ വാഹനം പുറത്തിറക്കി കുറച്ചു ദൂരം ഓടിച്ചു. ഈ നഗരത്തിൽ കണ്ട ആദ്യത്തെ കുതിരയില്ലാത്ത വണ്ടി ഇന്നലെ രാത്രി തെരുവിലായിരുന്നു. ചലിക്കുമ്പോൾ കണക്റ്റിംഗ് വടികൾ മിന്നൽ പോലെ പറക്കുന്നത് എങ്ങനെയെന്ന് ഡിട്രോയിറ്റ് പത്രങ്ങൾ കുറിച്ചു. ഈ സംഗ്രഹം സാധാരണ നിരീക്ഷകരെ ആകർഷിച്ചെങ്കിലും കൂടുതൽ അറിവുള്ളവരെ നിരാശപ്പെടുത്തി.
കിങ്കിന്റെ വാഹനത്തിന് 17 പൗണ്ടിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നു, മണിക്കൂറിൽ 5 മൈൽ മാത്രം വേഗത കൈവരിക്കാൻ കഴിയും, കൂടാതെ ഒരു കുതിരവണ്ടിയിൽ ഘടിപ്പിച്ച ഒരു ഗ്യാസോലിൻ എഞ്ചിനേക്കാൾ അല്പം കൂടുതലായിരുന്നു. മത്സരം വിശകലനം ചെയ്യാൻ ആകാംക്ഷയോടെ ഫോർഡ് സൈക്കിളിൽ കിങ്കിന്റെ കന്യാത്ര നിരീക്ഷിച്ചു. ഒടുവിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിന് വേദിയൊരുങ്ങി. ഫോർഡ് തന്റെ ക്വാഡ്രിസൈക്കിളിന്റെ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറായി. ബാഗ്ലി അവന്യൂ ഷെഡിൽ മണിക്കൂറുകളോളം നീണ്ട അവസാന നിമിഷ ക്രമീകരണങ്ങൾക്ക് ശേഷം 1896 ജൂൺ 4 അതിരാവിലെ ഫോർഡ് വാഹനം അതിന്റെ കന്നിയാത്രയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. അയാളും ജിം ബിഷപ്പും രാത്രിയിലേക്ക് നോക്കിയപ്പോൾ തെരുവുകളിൽ നേരിയ ചാറ്റൽ മഴ പെയ്യുന്നത് കണ്ടു. എന്നാൽ കെട്ടിടം വിടാൻ ക്വാഡ്രിസൈക്കിൾ തിരിഞ്ഞപ്പോൾ ഫോർഡ് ഭയങ്കരമായി ഒരു അശ്രദ്ധ മനസ്സിലാക്കി. വാഹനം നിർമ്മിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ വാഹനം ഷെഡ് വാതിലിലൂടെ കടന്നുപോകാൻ കഴിയാത്തത്ര വലുതാണെന്ന് അയാൾ ശ്രദ്ധിച്ചില്ല. അയാൾ ഒരു കോടാലി എടുത്ത് കുറച്ച് ഇഷ്ടികകൾ തട്ടി ദ്വാരം ഇരട്ടിയാക്കി. തുടർന്ന് ആ ജോഡി ക്വാഡ്രിസൈക്കിളിനെ ഉരുളൻ കല്ലുകൾ പാകിയ ഇടവഴിയിലേക്ക് ഓടിച്ചു. ക്ലാര ഫോർഡ് പിൻവാതിലിൽ നിന്ന് കുടക്കീഴിൽ നിന്ന് നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഭർത്താവ് പെട്രോൾ ഫ്ലോ ക്രമീകരിച്ചു, കാറിന്റെ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി പ്രവാഹം ഓണാക്കി, വിരൽ കൊണ്ട് വാൽവിന്റെ എയർ ഓപ്പണിംഗ് മൂടി എഞ്ചിൻ ശ്വാസം മുട്ടിച്ചു, ഫ്ലൈവീൽ ഒരു ടേൺ നൽകി. 2 ശ്രമങ്ങൾക്ക് ശേഷം എഞ്ചിൻ സജീവമായി. ഫോർഡ് ക്ലച്ച് ലിവർ താഴ്ന്ന നിലയിലേക്ക് മാറ്റി. അയാൾ തലയാട്ടി ഇടവഴിയിൽ നിന്ന് തെരുവിലേക്ക് വേഗത്തിൽ തിരിഞ്ഞു. ഗ്രാൻഡ് റിവർ അവന്യൂവിലൂടെ വാഷിംഗ്ടൺ ബൊളിവാർഡിലേക്ക് നടന്നു. ബിഷപ്പ് സൈക്കിളിൽ മുന്നോട്ടു പോയി വഴിയാത്രക്കാരെ അറിയിക്കാനും വഴി വൃത്തിയാക്കാനും തയ്യാറായി. എന്നിരുന്നാലും പെട്ടെന്ന് കാർ നിന്നു. എഞ്ചിൻ മരിക്കുന്നത് ഫോർഡ് കേട്ടു. ഒരു പരിശോധനയിൽ ഒരു ചെറിയ പ്രശ്നം മാത്രമേ കണ്ടെത്തിയുള്ളൂ. ഇലക്ട്രിക്കൽ ഇഗ്നിറ്ററുകളിൽ ഒന്നിനെ പിന്തുണയ്ക്കുന്ന ഒരു സ്പ്രിംഗ് പരാജയപ്പെട്ടു. ഒരു ദ്രുത അറ്റകുറ്റപ്പണി വാഹനം വീണ്ടും പ്രവർത്തിപ്പിച്ചു. ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം ഇരുവരും വിജയാഹ്ലാദത്തോടെ ബാഗ്ലി അവന്യൂവിലേക്ക് ഒരു ഉറക്കത്തിനും ശക്തമായ പ്രഭാതഭക്ഷണത്തിനുമായി മടങ്ങി. തുടർന്ന് എഡിസണിൽ ജോലിക്ക് പോയി. ക്വാഡ്രിസൈക്കിളിന്റെ വിജയകരമായ പരീക്ഷണ ഓട്ടത്തിനുശേഷം ഫോർഡിന്റെ അടിയന്തര ശ്രദ്ധ ബാഗ്ലി അവന്യൂ ഷെഡ് നന്നാക്കലായിരുന്നു. കേടുപാടുകൾ പരിഹരിക്കാൻ അദ്ദേഹം 2 ഇഷ്ടികപ്പണിക്കാരെ നിയമിക്കുകയും അവരുടെ ജോലിക്ക് മേൽനോട്ടം വഹിക്കാൻ വീട്ടിലെത്തുകയും ചെയ്തപ്പോൾ വീടിന്റെ ഉടമയായ വില്യം റഫോർഡ് വാടക പിരിക്കാൻ എത്തി. തന്റെ ഷെഡിനുണ്ടായ കേടുപാടുകൾ കണ്ടപ്പോൾ കുതിരയില്ലാത്ത വണ്ടിയുമായുള്ള കഴിഞ്ഞ രാത്രിയിലെ സാഹസികതയുടെ കഥ ഫോർഡ് വിശദീകരിക്കുന്നതുവരെ റഫോർഡ് ദേഷ്യപ്പെട്ടു. ഭൂവുടമ മെഷീൻ കാണാൻ ആവശ്യപ്പെട്ടു. ഉടനെ അദ്ദേഹത്തിന്റെ ആകർഷണം അദ്ദേഹത്തിന്റെ കോപത്തെ മറികടന്നു. ഫോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഫോർഡ് ആക്രോശിച്ചു, ആ കൂട്ടാളികൾ ആ മതിൽ തിരികെ സ്ഥാപിച്ചാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കാർ വീണ്ടും പുറത്തെടുക്കും? എനിക്ക് ഒരു ആശയമുണ്ട്. ആ ഇഷ്ടികപ്പണിക്കാരോട് ആ തുറക്കൽ വിടാൻ പറയുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വിംഗിംഗ് വാതിലുകൾ സ്ഥാപിക്കാം. അത് നിങ്ങളെ അകത്തേക്കും പുറത്തേക്കും അനുവദിക്കും. അങ്ങനെ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഗാരേജ് പിറന്നു. ഡെട്രോയിറ്റിലെ മഴയുള്ള തെരുവുകളിലൂടെ അതിരാവിലെ നടന്ന ക്വാഡ്രിസൈക്കിളിന്റെ ഓട്ടം ഹെൻറി ഫോർഡിന്റെ കരിയറിലെ ഒരു പുതിയ ഘട്ടമായി നാടകീയമായി അടയാളപ്പെടുത്തി. സ്വയം പ്രവർത്തിപ്പിക്കുന്ന വാഹനം നിർമ്മിക്കുക എന്ന അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായി. എന്നാൽ ഈ എപ്പിസോഡ് അദ്ദേഹത്തെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചു. ക്വാഡ്രിസൈക്കിളിന്റെ എഞ്ചിന്റെ ചേംബറിലെ ഗ്യാസോലിൻ പൊട്ടിത്തെറിക്കാൻ ആവശ്യമായ തീപ്പൊരി പോലെ ഒരു പൊട്ടിത്തെറി ഊർജ്ജം ജ്വലിപ്പിച്ച് ഫോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു ഘടകം ആവശ്യമായിരുന്നു. ഒരു ഡോസ് പ്രോത്സാഹനത്തിന്റെ രൂപത്തിൽ. അത് അപ്രതീക്ഷിതമായ ഒരു പാദത്തിൽ നിന്നാണ് വന്നത്. തന്റെ ക്വാഡ്രിസൈക്കിളിന്റെ കന്നിയാത്രയ്ക്ക് 2 മാസത്തിനു ശേഷം ഹെൻറി ഫോർഡിന് ഒരു എപ്പിഫാനി ലഭിച്ചു. 1896 ഓഗസ്റ്റിൽ എഡിസൺ ഇല്യൂമിനേറ്റിംഗ് കമ്പനിയുടെ മാനേജർ അലക്സാണ്ടർ ഡൌവിനെയും കമ്പനി അഭിഭാഷകനായ ഹോയ്ഡ് പോസ്റ്റിനെയും അനുഗമിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു പ്രൊഫഷണൽ കൺവെൻഷനിൽ പങ്കെടുത്തു. മാൻഹട്ടൻ ബീച്ചിലെ ഓറിയന്റൽ ഹോട്ടലിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഈ ആനന്ദ കൊട്ടാരം, നടന്ന ഗോപുരങ്ങളുടെ വനം, വിശാലമായ വരാന്തകൾ, വിപുലമായ ലൈറ്റ് ഫിക്ചറുകളുടെ ഒരു കൂട്ടം എന്നിവയാൽ സന്ദർശകരെ സ്വാഗതം ചെയ്തു. ഈ യോഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെമ്പാടുമുള്ള എഡിസൺ ഇലക്ട്രിക്കൽ കമ്പനികളുടെ പ്രതിനിധികളെ ഒത്തുകൂടി. ഫോർഡ് പ്രഭാഷണങ്ങൾ കേട്ടു, ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാരുമായും എക്സിക്യൂട്ടീവുകളുമായും സംസാരിച്ചു, കടൽത്തീരത്ത് നടന്നു, സ്വീകരണങ്ങളിൽ പങ്കെടുത്തു. എന്നാൽ ഈ കോൺക്ലേവിലെ നിർണായക നിമിഷം ഓഗസ്റ്റ് 12-ന് കൺവെൻഷന്റെ 3-ാം വൈകുന്നേരമായിരുന്നു. എങ്ങനെയോ ഫോർഡ് ഹോട്ടലിന്റെ സ്വകാര്യ വിരുന്ന് മുറിയിൽ നടന്ന ഒരു പ്രത്യേക അത്താഴവിരുന്നിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചു. അമേരിക്കൻ ഇലക്ട്രിക്കൽ വ്യവസായത്തിലെ ചില പ്രമുഖർ പങ്കെടുത്തു. ചെറിയ സംഘത്തിൽ ചിക്കാഗോയിലെ സാമുവൽ ഇൻസർ, ന്യൂയോർക്കിലെ ജോൺ ഡബ്ല്യു. ലീബ്, ബോസ്റ്റണിലെ ചാൾസ് എഡ്ഗർ, സിൻസിനാറ്റിയിലെ ജോൺ ഐ. ബെഗ്സ്, ഡിട്രോയിറ്റിൽ നിന്നുള്ള ഡൌ എന്നിവരുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനം മേശയുടെ തലയിൽ ഇരുന്ന വിശിഷ്ടാതിഥിയായിരുന്നു മഹാനായ കണ്ടുപിടുത്തക്കാരൻ തന്നെയായ തോമസ് ആൽവ എഡിസൺ. മേശയുടെ വളരെ താഴെ ഡിട്രോയിറ്റിൽ നിന്നുള്ള യുവ എഞ്ചിനീയർ ഇരുന്നു.
അദ്ദേഹം കഴിഞ്ഞ ദിവസം മഹാനായ മനുഷ്യന്റെ നിരവധി തുറന്ന ചിത്രങ്ങൾ എടുത്തിരുന്നു. അദ്ദേഹം ഓറിയന്റൽ ഹോട്ടലിൽ ചുറ്റിനടന്ന് അതിന്റെ വലിയ വരാന്തകളിൽ ഒന്നിൽ ഉറങ്ങി. അത്താഴ സംഭാഷണത്തിൽ ഇലക്ട്രിക് കാറുകളുടെ സ്റ്റോറേജ് ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിന്റെ പ്രശ്നം ചർച്ച ചെയ്ത ഒരു ഇടവേളയിൽ ഡൗ രസകരമായ ഒരു നിരീക്ഷണം നടത്തി. ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരൻ ഒരു ഗ്യാസ് കാർ നിർമ്മിച്ചു, അദ്ദേഹം ഗ്രൂപ്പിനെ അറിയിച്ചു. ഫോർഡിനെ നോക്കി തലയാട്ടി. ആരോ ആ യുവ എഞ്ചിനീയറോട് തന്റെ വാഹനം എങ്ങനെ ഓടിച്ചുവെന്ന് ചോദിച്ചു. അയാൾ തന്റെ ഗ്യാസോലിൻ എഞ്ചിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. കേൾവിക്കുറവുള്ള എഡിസൺ കേൾക്കാൻ ബുദ്ധിമുട്ടി, അതിനാൽ അദ്ദേഹത്തിന്റെ അയൽക്കാരൻ സ്ഥലം മാറ്റി ഫോർഡിനെ മേശയുടെ തലയ്ക്ക് സമീപം ഇരിക്കാൻ അനുവദിച്ചു. എഞ്ചിനിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഡിസൺ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. സിലിണ്ടറിലെ ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ ഒരു ഇലക്ട്രിക് സ്പാർക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു. ഫോർഡ് ഒരു പെൻസിൽ എടുത്ത് ഒരു മെനു കാർഡിന്റെ പിന്നിൽ വരക്കാൻ തുടങ്ങി. ഫോർഡിന്റെ വിവരണത്തിൽ, അദ്ദേഹം എന്നോട് വിശദാംശങ്ങൾ ഒന്നും ചോദിച്ചില്ല, ഞാൻ എല്ലാം വരച്ചു കാണിച്ചു തന്നു. കാരണം ഒരു ആശയം വിവരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വരയ്ക്കുന്നതിലൂടെ എനിക്ക് അത് പറയാൻ കഴിയുമെന്ന് ഞാൻ എപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പൂർത്തിയാക്കിയപ്പോൾ അയാൾ ഒരു ഞെട്ടലോടെ മേശപ്പുറത്ത് മുഷ്ടി ചുരുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരാ, അതാണ് കാര്യം, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അത് തുടരുക. ഇലക്ട്രിക് കാറുകൾ പവർ സ്റ്റേഷനുകൾക്ക് സമീപം സൂക്ഷിക്കണം. സംഭരണ ബാറ്ററി വളരെ ഭാരമുള്ളതാണ്. സ്റ്റീം കാറുകളും അത് ചെയ്യില്ല, കാരണം അവയ്ക്ക് ഒരു ബോയിലറും തീയും വഹിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കാർ സ്വയം ഉൾക്കൊള്ളുന്നതാണ്, അതിന് സ്വന്തമായി പവർ പ്ലാന്റുണ്ട്. തീയില്ല, ബോയിലറില്ല, പുകയില്ല, നീരാവിയില്ല. നിങ്ങൾക്ക് കാര്യമുണ്ട്. അത് തുടരുക. ഹെൻറി ഫോർഡ് ആ കൂടിക്കാഴ്ച ഒരിക്കലും മറന്നില്ല. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പരിചയക്കാരിൽ പലരും അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിനെ പരിഹസിച്ചിരുന്നു. വൈദ്യുതിയിലാണ് അധികാരത്തിന്റെ ഭാവി വ്യക്തമായിരിക്കുന്നതെന്ന് പറഞ്ഞ അവർ ഗ്യാസോലിൻ ഓടിക്കുന്ന ക്വാഡ്രിസൈക്കിളിനെ നിരാകരിച്ചു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ സാങ്കേതിക പുരോഗതിയുടെ അർദ്ധദേവൻ പ്രോത്സാഹന വാക്കുകൾ നൽകി. മേശയിലെ ആ ശബ്ദം എനിക്ക് ലോകത്തിന് വിലമതിക്കാനാവാത്തതായിരുന്നു. അതുവരെ ആരും എനിക്ക് പ്രോത്സാഹനം നൽകിയിട്ടില്ല, ഫോർഡ് പിന്നീട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ ഞാൻ ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു, ചിലപ്പോൾ ഞാൻ അങ്ങനെയാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇവിടെ തെളിഞ്ഞ ആകാശത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്ത പ്രതിഭ എനിക്ക് പൂർണ്ണ അംഗീകാരം നൽകി. എഡിസണുമായുള്ള ഫോർഡിന്റെ സംഭാഷണം പ്രശസ്തമായ ഒരു സൗഹൃദത്തിന് തുടക്കമിട്ടു. തുടർന്നുള്ള 3 പതിറ്റാണ്ടുകളിൽ ഇരുവരും പരസ്പരം ഇടയ്ക്കിടെ കാണുമായിരുന്നു. മിഷിഗൺ മെക്കാനിക് ന്യൂജേഴ്സിയിലെ കണ്ടുപിടുത്തക്കാരനെ പ്രശംസിക്കുകയും അദ്ദേഹത്തെ അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യനായി കണക്കാക്കുകയും ചെയ്തു. എഡിസന്റെ നേട്ടങ്ങളെ ഫോർഡ് പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തു. എല്ലാ അവസരങ്ങളിലും അച്ചടിക്കുകയും ഗ്രീൻഫീൽഡ് വില്ലേജിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുകയും അവർ ഒരുമിച്ച് നടത്തിയ ഗ്രാമീണ അവധിക്കാലങ്ങളിൽ ആസ്വദിച്ച നിരവധി സംഭാഷണങ്ങളിൽ മഹത്വം നേടുകയും ചെയ്തു. എന്നാൽ 1890കളിൽ അവരുടെ ബന്ധത്തിന്റെ തുടക്കത്തിൽ എഡിസൺ ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ച ഒരു കാര്യത്തെ വ്യക്തിപരമാക്കി. സാങ്കേതിക സൃഷ്ടികൾ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിച്ച പ്രായോഗിക ചിന്താഗതിക്കാരനായ ഒരു കണ്ടുപിടുത്തക്കാരൻ. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകം അവസാനിക്കുമ്പോൾ ഈ ആഗ്രഹം ഹെൻറി ഫോർഡിന്റെ രൂപകൽപ്പനയിൽ ഒരു നിർണായക ഘടകമായി മാറി. തീർച്ചയായും 1896 ആയപ്പോഴേക്കും തോമസ് എഡിസൺ ഒരു സാങ്കേതിക വിപ്ലവകാരി എന്ന നിലയിൽ ഐതിഹാസിക പദവി നേടിയിരുന്നു. മെൻലോ പാർക്കിലെ വിസാർഡ്, അദ്ദേഹത്തിന്റെ ഗവേഷണ ലബോറട്ടറി സ്ഥിതി ചെയ്തിരുന്ന ന്യൂജേഴ്സി പട്ടണത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1868 ഗ്രാമീണ ഒഹായോയിൽ നിന്ന് ന്യൂയോർക്ക് നഗരത്തിലേക്ക് കുടിയേറി. സ്റ്റോക്ക് ക്വട്ടേഷൻ പ്രിന്ററിനെ കണ്ടുപിടുത്തതോടെ രംഗത്തേക്ക് കടന്നു. അത് വെസ്റ്റേൺ യൂണിയൻ വേഗത്തിൽ സ്വീകരിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അമേരിക്കൻ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിനായി മെൻലോ പാർക്കിൽ നിന്ന് എഡിസന്റെ സൃഷ്ടികളുടെ ഒരു നീണ്ട പരേഡ് പുറത്തുവന്നു. 1877 സംസാരിക്കുന്ന യന്ത്രം അഥവാ ഫോണോഗ്രാഫർ, 1879 ജ്വലിക്കുന്ന വെളിച്ചം, മൾട്ടിപ്ലക്സ് ടെലിഗ്രാഫർ, ടെലിഫോണിന്റെയും ടൈപ്പ്റൈറ്ററിന്റെയും മെച്ചപ്പെടുത്തിയ പതിപ്പുകൾ, വീടുകളിലേക്കും ബിസിനസ്സുകളിലേക്കും ഫാക്ടറികളിലേക്കും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഒരു കേന്ദ്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, വ്യാവസായിക ഉപയോഗത്തിന് അനുയോജ്യമായ ഒരു പുതിയ, കാര്യക്ഷമമായ ഡൈനാമോ, കൂടാതെ മറ്റ് നിരവധി പേറ്റന്റ് ചെയ്ത ഉപകരണങ്ങൾ. ഈ നേട്ടങ്ങൾ എഡിസനെ ഗിൽഡഡ് യുഗത്തിലെ ഒരുതരം സ്വയം നിർമ്മിത പ്രതിഭയായി ജനപ്രിയമാക്കി. ഒരു വീരനായ വ്യക്തിയായും ഒരു ആധുനിക സംഘാടകനായും അദ്ദേഹം അമേരിക്കൻ ഭാവനയെ പിടിച്ചെടുത്തു. അദ്ദേഹത്തിന് ഒരു ഗവേഷണ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുവരാനും ദശലക്ഷക്കണക്കിന് ലൈറ്റ് ബൾബുകൾ നിർമ്മിക്കാനും ന്യൂയോർക്ക് സിറ്റിയിൽ രാജ്യത്തെ ആദ്യത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കാൻ ജെ.പി. മോർഗന്റെ സാമ്പത്തിക പിന്തുണ നേടാനും കഴിയും. ഭാഗികമായി ഗ്രാമീണ സ്വയം നിർമ്മിത മനുഷ്യനും ഭാഗികമായി നഗര വ്യാവസായിക എഞ്ചിനീയറുമായ എഡിസൺ പഴയതിനെയും പുതിയതിനെയും ഉൾക്കൊള്ളാനുള്ള പോരാട്ടത്തിൽ അമേരിക്കക്കാരെ ആകർഷിച്ചു. ഫോർഡിന് അദ്ദേഹം ഒരു ദൈവമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സമ്മതിച്ചതുപോലെ
എന്റെ ജീവിതത്തിലേക്ക് ഈ അത്ഭുതകരമായ രീതിയിൽ മാൻഹട്ടൻ ബീച്ചിൽ കടന്നുവന്ന എഡിസൺ എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ ആദർശമായിരുന്നു. 1879 ലോ 80 ലോ ആണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. ആ കണ്ടുപിടുത്തവും ജ്വലിക്കുന്ന വെളിച്ചത്തിന്റെ ദ്രുതഗതിയിലുള്ള സ്വീകാര്യയും അദ്ദേഹത്തെ ഒരു ലോക വ്യക്തിത്വമാക്കി മാറ്റുകയും പത്രങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ നിറയ്ക്കുകയും ചെയ്തപ്പോൾ എഡിസന്റെ വൈദ്യുത സാങ്കേതികവിദ്യ മാത്രം ആധുനിക അമേരിക്കക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയൊരു പങ്കു വഹിച്ചിട്ടുണ്ട്. ഇത് വ്യാവസായിക ഉൽപ്പാദനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും സാധാരണ പൗരന്മാരുടെ വീടുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. എഡിസന്റെ കണ്ടുപിടുത്തങ്ങൾ അമേരിക്കയെ ആധുനിക യുഗത്തിലേക്ക് നയിച്ചു. ഫോർഡ് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം തന്റെ എല്ലാ പ്രവൃത്തികളിലൂടെയും നടപ്പിലാക്കിയ കർശനമായ പ്രായോഗിക വീക്ഷണം സ്വീകരിക്കുന്നു, ഫലങ്ങളും മാത്രം കണക്കിലെടുക്കുന്നു. എന്നിരുന്നാലും ഫോർഡിന് അതിലും പ്രധാനമായത് മറ്റ് 2 ഗുണങ്ങളായിരുന്നു. ഒന്നാമതായി, എഡിസൺ തന്റെ കൃതിയിൽ ഫോർഡിന് പ്രചോദനം നൽകുന്ന മാനസിക ശീലങ്ങളുടെ സംയോജനം കൊണ്ടുവന്നു. ശാസ്ത്രീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എഡിസന്റെ വ്യക്തതയും യുക്തിയും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാവനയും സർഗ്ഗാത്മകയും പൊരുത്തപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രായോഗികത അദ്ദേഹത്തെ ശാസ്ത്രത്തെ അമൂർത്തമായ അല്ലെങ്കിൽ നിഗൂഢമായ ആവശ്യങ്ങൾക്കല്ല, മറിച്ച് ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, പക്ഷേ അദ്ദേഹം അസാധാരണമായ സാമാന്യബുദ്ധിയുള്ള ആളായിരുന്നു. അത് ഒരു പുതിയ സംയോജനമായിരുന്നു, ഫോർഡ് നിരീക്ഷിച്ചു. ശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക മനുഷ്യനും പ്രായോഗിക ശാസ്ത്ര മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം അവസാനിപ്പിച്ചു. എഡിസൺ ഈ ഉപയോഗപ്രദമായ വക്രതയെ സൂക്ഷ്മമായി മിനുക്കിയ ബോധത്തോടെ പൊരുത്തപ്പെടുത്തി. എഡിസൺ തന്റെ മാനസിക വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നതിൽ സൂക്ഷ്മമായി വികസിപ്പിച്ച കാര്യക്ഷമതയോടെയാണ് ഈ പ്രയോജനവാദ പ്രവണതയെ പൊരുത്തപ്പെടുത്തിയത്. ഫോർഡ് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പരിശ്രമത്തിന്റെ ഒരു പദ്ധതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അയാൾക്ക് ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എഡിസന്റെ ശക്തമായ തൊഴിൽ നൈതികത അദ്ദേഹത്തിന്റെ ശിഷ്യനെ ഏറ്റവും ആകർഷിച്ചു. ഫോർഡ് സമ്മതിച്ചതുപോലെ, എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് കഠിനാധ്വാനത്തിനുള്ള അദ്ദേഹത്തിന്റെ സമ്മാനമാണ്. മിസ്റ്റർ എഡിസണിന് അതിശയകരമാംവിധം ഭാവനാത്മകമായ മനസ്സും അതിശയകരമായ ഓർമ്മശക്തിയുമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ആരംഭിച്ച കാര്യം പൂർത്തിയാക്കുന്നതുവരെ തുടർച്ചയായി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രേരകശക്തി അദ്ദേഹത്തിന്റെ ഉള്ളിലില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഒരിക്കലും ലോകത്തിലേക്ക് വലിയ ഒന്നും കൊണ്ടുവരുമായിരുന്നില്ല. അചഞ്ചലവും അശ്രാന്തവുമായ പ്രവൃത്തി എന്തും നേടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കഠിനാധ്വാനത്തിനായുള്ള ഈ പ്രതിഭയാണ് എന്നെ ഒരു ആൺകുട്ടിയായി വളർത്തിയതും മിസ്റ്റർ എഡിസനെ എന്റെ നായകനാക്കിയതും. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലുള്ള എഡിസന്റെ താൽപര്യവും ഫോർഡിന്റെ ആരാധനയ്ക്ക് കാരണമായി. വലിയൊരു സമ്പത്ത് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനുപകരം കണ്ടുപിടുത്തക്കാരൻ, മനുഷ്യരാശിയുടെ സേവകൻ എന്ന നിലയിൽ മഹത്വം കണ്ടെത്തി. എഡിസണിന് പണത്തിന് വലിയ അർത്ഥമൊന്നുമില്ലായിരുന്നു, പക്ഷേ അത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള മാർഗം മാത്രമായിരുന്നു. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സേവനം നൽകുകയും ചെയ്യുക. എഡിസന്റെ യുഗത്തിൽ ഫോർഡ് തറപ്പിച്ചു പറഞ്ഞു, നമ്മളിൽ ഓരോ വ്യക്തിയും വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. ഇതിനകം നമ്മുടെ പൊതുവായ സമൃദ്ധി ലോകത്തെ നയിക്കുന്നു. ഇതിന് കാരണം നമുക്ക് എഡിസൺ ഉണ്ടായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരവധി ദശലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, യോഗ്യതയില്ലാതെ എല്ലാ ജോലികളെയും കൂടുതൽ ലാഭകരമാക്കി. ലോകത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ പരിഷ്കർത്താക്കളെയും രാഷ്ട്രതന്ത്രജ്ഞരെയും അപേക്ഷിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി എഡിസൺ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഫോർഡിന് എഡിസൺ ഒരു മാതൃകയായി സേവനമനുഷ്ഠിച്ചു. അവരുടെ ആദ്യ പരിചയത്തിന്റെ നിമിഷം മുതൽ കണ്ടുപിടുത്തക്കാർ എന്ന നിലയിൽ അവരുടെ ബന്ധത്തെ ഊന്നിപ്പറയാൻ ഫോർഡ് ശ്രമിച്ചു. മാൻഹട്ടൻ ബീച്ചിൽ അവരുടെ അത്താഴ കൂടിക്കാഴ്ചയുടെ പിറ്റേന്ന് എഡിസൺ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ട്രെയിനിൽ പോകാൻ തന്നെ ക്ഷണിച്ചതെങ്ങനെയെന്ന് മറ്റുള്ളവരോട് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. പുതിയ കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശരിയായ തരത്തിലുള്ള മെറ്റീരിയലുകളും സപ്ലൈകളും നേടുന്നതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞങ്ങൾ കൂടുതലും സംസാരിച്ചത്, ഫോർഡ് വിവരിച്ചു. ഉദാഹരണത്തിന്, എന്റെ ആദ്യത്തെ കാറിന് അനുയോജ്യമായ ടയറുകൾ കണ്ടെത്താനാകില്ലെന്നും സൈക്കിൾ ടയറുകൾ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇൻകാൻസെന്റ് ലൈറ്റിന് അനുയോജ്യമായ ബൾബുകൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം നേരിട്ട പ്രശ്നത്തെക്കുറിച്ചും അവ സ്വയം ഊതിക്കെടുത്തേണ്ടി വന്നതിനെക്കുറിച്ചും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഫോർഡിന്റെ ഉപസംഹാരം മഹാനായ മനുഷ്യനുമായുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിയലിനെ വളരെയധികം സംസാരിച്ചു. എല്ലാ കലയിലെയും പയനിയർമാർ കൃത്യമായി ആസൂത്രണം ചെയ്തേക്കാം, പക്ഷേ എല്ലായ്പ്പോഴും അവരുടെ ആദ്യ ഉൽപ്പന്നങ്ങൾ വിട്ടുവീഴ്ചകളായിരിക്കണം, കാരണം അവർക്ക് ഒരിക്കലും ശരിയായ മെറ്റീരിയലുകൾ ലഭിക്കില്ല. അവരുടെ അടുത്ത കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഫോർഡിന്റെ വിവരണത്തിൽ ഈ ശക്തമായ ബന്ധുത്വം കൂടുതൽ വ്യക്തമായി കാണപ്പെട്ടു. 2-3 വർഷങ്ങൾക്ക് ശേഷം ഓട്ടോമൊബൈലിനായി ഒരു ഇലക്ട്രിക്കൽ സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിക്കുന്നതിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഫോർഡ് എഡിസന്റെ ന്യൂജേഴ്സി ലബോറട്ടറി സന്ദർശിച്ചു. വീണ്ടും ഈ കഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരുടെ പൊതുവായ പ്രേരണകളെ ഊന്നിപ്പറഞ്ഞു. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ
ഞാൻ ഒരു കടലാസിനായി കൈനീട്ടി, അയാളും അങ്ങനെ ചെയ്തു, ഫോർഡ് പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് വാക്കുകൾക്ക് പകരം ഡ്രോയിങ്ങുകൾ ഉപയോഗിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ രണ്ടുപേരും ഒരേ നിമിഷം അത് ശ്രദ്ധിച്ചു, ചിരിക്കാൻ തുടങ്ങി. എഡിസൺ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഫോർഡിന്റെ നായക ആരാധനയുടെ രൂപം, നായകനേക്കാൾ ആരാധകനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയതായി തോന്നുന്നു. ആത്യന്തികമായി, ഫോർഡിന്റെ എഡിസണോടുള്ള ആരാധന അദ്ദേഹത്തിന്റെ സ്വന്തം സ്വഭാവത്തിലും വിശ്വാസങ്ങളിലും ആഴത്തിലുള്ള വേരുകളുണ്ടായിരുന്നു. അമേരിക്കൻ നേട്ടത്തിന്റെ മൂർത്തിഭാവമായി അദ്ദേഹം കണ്ടു, തോമസ് ആൽവ എഡിസൺ പ്രതിനിധീകരിക്കുന്ന അമേരിക്കൻ പരിശ്രമത്തിന്റെ ആത്മാവാണ് രാഷ്ട്രത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. എന്നാൽ എഡിസണിയൻ സ്വാധീനം അമൂർത്ത പ്രതിനിധാനങ്ങളെക്കാൾ കൂടുതൽ ഉൾപ്പെട്ടിരുന്നു. വളരെ പ്രായോഗികമായ രീതിയിൽ, ആ ആദ്യ സംഭാഷണം ഫോർഡിന്റെ ആവേശം തന്റെ കുതിരയില്ലാത്ത വാഹനത്തിന്റെ മെച്ചപ്പെട്ട പതിപ്പുമായി മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകി. അദ്ദേഹത്തിന്റെ ആരാധനാപാത്രത്തിൽ നിന്ന് പ്രോത്സാഹനം ലഭിച്ച ശേഷം, ഞാൻ വീട്ടിലെത്താനും എന്റെ രണ്ടാമത്തെ ഓട്ടോമൊബൈലിന്റെ ജോലിയുമായി മുന്നോട്ടു പോകാനും തിടുക്കത്തിലായിരുന്നു, അദ്ദേഹം പറഞ്ഞു. ഡിട്രോയിറ്റിൽ എത്തിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മിസ്റ്റർ എഡിസൺ പറഞ്ഞ കാര്യം എന്റെ ഭാര്യയോട് പറയുക എന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ കാർ പൂർത്തിയാക്കുന്നതുവരെ നിങ്ങൾ എന്നെ കാണാൻ പോകുന്നില്ല. മാൻഹട്ടൻ ബീച്ചിൽ തോമസ് എഡിസന്റെ മുഷ്ടിച്ചുരുട്ടിയുള്ള അംഗീകാര മുദ്ര വൈകാരികമായി. തോമസ് എഡിസന്റെ മുഷ്ടിച്ചുരുട്ടിയുള്ള അംഗീകാര മുദ്ര ഹെൻറി ഫോർഡിന്റെ കരിയറിൽ ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് ഒരു വൈകാരിക ഉറവയായി. എന്നാൽ അത് താമസിയാതെ അദ്ദേഹത്തെ പുതിയതും അപരിചിതവും ഭീഷണിപ്പെടുത്തുന്നതുമായ ഒരു ഭൂപ്രദേശത്തേക്ക് എത്തിച്ചു. 1896 ശരത്കാലത്തോടെ ഫോർഡ് ഡെട്രോയിറ്റിലെ തെരുവുകളിൽ പരിചിതനായ, അല്പം വിചിത്രനായ ഒരു വ്യക്തിയായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ക്വാഡ്രിസൈക്കിൾ വിശ്വസനീയമായി പ്രവർത്തിച്ചതിനാൽ, സാഹസികത നിറഞ്ഞ ചെറിയ യാത്രകളിൽ അദ്ദേഹം നഗരത്തിൽ ചുറ്റിത്തിരിയുന്നത് കാണാൻ കഴിഞ്ഞു. തന്റെ വാഹനത്തിന്റെ ടില്ലറിന് പിന്നിൽ ഇരിക്കുമ്പോൾ തന്റെ സഹപട്ടണവാസികളുടെയും സ്ത്രീകളുടെയും പ്രതികരണങ്ങളെ ഫോർഡ് ഒരിക്കൽ വിവരിച്ചു. അത് ഒരു ശല്യമായി കണക്കാക്കപ്പെട്ടു, കാരണം അത് ഒരു റാക്കറ്റ് ഉണ്ടാക്കുകയും കുതിരകളെ ഭയപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ അത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തി. കാരണം, പട്ടണത്തിലെവിടെയെങ്കിലും ഞാൻ എന്റെ യന്ത്രം നിർത്തിയാൽ, വീണ്ടും ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ജനക്കൂട്ടം അതിനു ചുറ്റുമുണ്ടായിരുന്നു. ഒരു മിനിറ്റ് പോലും ഞാൻ അത് ഒറ്റയ്ക്ക് വിട്ടാൽ, ജിജ്ഞാസുക്കളായ ആരെങ്കിലും അത് ഓടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ, എനിക്ക് ഒരു ചങ്ങല ചുമന്ന് എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുമ്പോഴെല്ലാം ഒരു വിളക്കുകാലിൽ ചങ്ങലയിടേണ്ടി വന്നു. പിന്നീട് പോലീസുമായി പ്രശ്നമുണ്ടായി. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ആ ദിവസങ്ങളിൽ വേഗതാ നിയന്ത്രണ നിയമങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് എന്റെ ധാരണ. എന്തായാലും, മേയറിൽ നിന്ന് ഒരു പ്രത്യേക പെർമിറ്റ് വാങ്ങേണ്ടി വന്നു. അങ്ങനെ കുറച്ചു കാലത്തേക്ക് അമേരിക്കയിലെ ഒരേയൊരു ലൈസൻസ് ഉള്ള ഡ്രൈവർ എന്ന ബഹുമതി ഞാൻ ആസ്വദിച്ചു. ഫോർഡിന്റെ മോട്ടോറൈസ്ഡ് സാഹസികതകൾ തീർച്ചയായും അസാധാരണമായിരുന്നുവെങ്കിലും അവ അതുല്യമായിരുന്നില്ല. 1890കളുടെ തുടക്കത്തിൽ, ജർമ്മനിയിലെ കാൾ ബെൻസും ഫ്രാൻസിലെ എമൈൽ കോൺസ്റ്റന്റ് ലെവാസറും പോലുള്ള യൂറോപ്യൻ എഞ്ചിനീയർമാർ എക്കാലത്തെയും വലുതും കൂടുതൽ ശക്തവുമായ എഞ്ചിനുകളുള്ള വിശ്വസനീയമായ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, മെക്കാനിക്കൽ ചിന്താഗതിക്കാരായ വ്യക്തികൾ രാജ്യത്തുടനീളം കുതിരയില്ലാത്ത വണ്ടി മോഡലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. 1893-ൽ ചാൾസും ഫ്രാങ്ക് ഡുറിയയും മസാച്യുസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡിൽ ഒരു ആന്തരിക ജ്വലന എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിജയകരമായ അമേരിക്കൻ വാഹനം നിർമ്മിച്ചു. എൽവുഡ് പി. ഹെയ്ൻസ്, ഹിറാം മാക്സിം, റാൻസം ഇ. ഓൾഡ്സ്, അലക്സാണ്ടർ വിൻഡൻ തുടങ്ങിയ മറ്റ് നൂതന മെക്കാനിക്കുകൾ ഇത് പിന്തുടർന്നു. 1895-ൽ മാത്രം ഓട്ടോമൊബൈലിനായി സമർപ്പിച്ചിരിക്കുന്ന 2 ആനുകാലികങ്ങൾ, മോട്ടോർ സൈക്കിൾ, ഹോഴ്സ്ലെസ് ഏജ് പ്രത്യക്ഷപ്പെട്ടു. മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പേറ്റന്റുകൾക്കായി 500-ലധികം അപേക്ഷകൾ യു.എസ്. പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്തു. ചിക്കാഗോ ടൈംസ് താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ ഹെറാൾഡ് ആദ്യത്തെ അമേരിക്കൻ ഓട്ടോമൊബൈൽ റേസ് സ്പോൺസർ ചെയ്തു. അതിൽ ഡ്യൂറിയ സഹോദരന്മാർ വിജയിച്ചു. അങ്ങനെ 1896 ആയപ്പോഴേക്കും ഹെൻറി ഫോർഡ് ആദ്യമായി ഡെട്രോയിറ്റിലൂടെ തന്റെ ക്വാഡ്രിസൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ, വളർന്നുവരുന്ന അമേരിക്കൻ ഓട്ടോമൊബൈൽ വിപണിയിൽ വളരെ ഊർജ്ജസ്വലവും മത്സരപരവുമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനം നൈപുണ്യത്തോടെ നിർമ്മിച്ചതും ആകർഷകവുമാണെങ്കിലും വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിന് വളരെ ചെറുതും പൂർത്തിയാകാത്തതുമായിരുന്നു. തുടർച്ചയായ ഗവേഷണത്തിനും വികസനത്തിനുമായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഡിട്രോയിറ്റിലെ പരിചയക്കാരനായ ചാൾസ് ഐൻസ്ലിക്ക് $200 തന്റെ ആദ്യ കാർ വിറ്റ് ഫോർഡിനേക്കാൾ മറ്റാരും ഇത് തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് വിവരിച്ചതുപോലെ, ഞാൻ ആദ്യത്തെ കാർ നിർമ്മിച്ചത് വിൽക്കാനല്ല, മറിച്ച് പരീക്ഷണത്തിനായി മാത്രമാണ്. എനിക്ക് മറ്റൊരു കാർ ആരംഭിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഐൻസ്ലി വാങ്ങാൻ ആഗ്രഹിച്ചു. എനിക്ക് പണം ഉപയോഗിക്കാൻ കഴിയും, വിലയിൽ യോജിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. ബഹുജന പ്രേക്ഷകർക്കായി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോർഡ് രണ്ടാമത്തെ ഓട്ടോമൊബൈലിന്റെ പണി ആരംഭിച്ചു. ഞാൻ ഉൽപ്പാദനത്തിനായി കാത്തിരിക്കുകയായിരുന്നു, അദ്ദേഹം പതിവ് പ്രായോഗിക വീക്ഷണത്തോടെ കുറിച്ചു. ഒരിക്കൽ കൂടി, ക്വാഡ്രിസൈക്കിളിൽ തന്നെ സഹായിച്ച മെക്കാനിക്കുകളുടെ വൃത്തത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു.
1897 മുതൽ 98 വരെയിൽ ജിം ബിഷപ്പും ജോർജ് ഡബ്ല്യു. കാറ്റോയും വിവിധ മെക്കാനിക്കൽ ജോലികൾ തുടർന്നു. ഒരു വൈദ്യുത പ്രതിഭയാണെന്ന് തെളിയിച്ചതും പൊരുത്തപ്പെടാൻ ഒരു സൃഷ്ടിപരമായ സ്വഭാവമുള്ളതുമായ എഡ്ഹഫ്, എഡിസനെ വിട്ട് അദ്ദേഹത്തിന്റെ താൽപര്യം ക്ഷയിച്ചപ്പോൾ ജോലിയിൽ നിന്ന് ജോലിയിലേക്ക് കുതിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അദ്ദേഹം ഫോർഡിനോട് വിശ്വസ്തനായി തുടർന്നു. രണ്ടാമത്തെ ഓട്ടോമൊബൈലിനുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം പരിഷ്കരിക്കുന്നതിൽ സ്വയം മുഴുകി. ഹഫ് ഒരു പ്രധാന ഇലക്ട്രിക്കൽ ഭാഗം, മാഗ്നെറ്റോ, രൂപകൽപ്പന ചെയ്തു. അത് അതിന്റെ പല എതിരാളികളെക്കാളും മികച്ചതാക്കി. ഡേവിഡ് ബെൽ ടീമിലെ പുതിയൊരു അംഗമായിരുന്നു. ഫോർഡ് അദ്ദേഹത്തെ എഡിസണിൽ ഒരു കമ്മാരക്കാരനായി നിയമിച്ചിരുന്നു. പുതിയതും കൂടുതൽ കരുത്തുറ്റതുമായ ലോഹഭാഗങ്ങൾ നിർമ്മിക്കാൻ തന്റെ സൂപ്പർവൈസറെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം വിലമതിക്കാനാവാത്തവനായി. പുതിയ കുതിരയില്ലാത്ത വണ്ടിക്ക് വീൽ സ്പോക്കുകൾ, സ്റ്റിയറിംഗ് വടി, മെക്കാനിസം, വാഹനത്തിന്റെ സീറ്റിലെ ഹാൻഡ് റെയിലുകൾ എന്നിവ. ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രൗണിനേക്കാൾ കൂടുതൽ ബുദ്ധിശക്തി നൽകി. ബെല്ലിന്റെ വാക്കുകളിൽ, മിസ്റ്റർ ഫോർഡ് ഒന്നും നിർമ്മിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും സംവിധാനം ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ കാർ പതുക്കെ രൂപപ്പെടാൻ തുടങ്ങിയതോടെ ഫോർഡ് ഡെട്രോയിറ്റ് വിതരണക്കാരിൽ നിന്ന് ധാരാളം വസ്തുക്കൾ വാങ്ങി. ഡെട്രോയിറ്റ് മോട്ടോർ കമ്പനിയിൽ നിന്ന് ഒരു ലാത്തും, സ്ട്രെലിംഗർ കമ്പനിയിൽ നിന്ന് റെഞ്ചുകളും, വൈറ്റ്ഹെഡ് ആൻഡ് ലൂയിസിൽ നിന്നും എസ്. ഹാർവിയുടെ സൺസിൽ നിന്നും നിർമ്മാണ കമ്പനിയിൽ നിന്നും ഒരു മുഴുവൻ ഇനങ്ങളും വാങ്ങി. ലോക്ക്നട്ടുകൾ, പിച്ചള ബുഷിങ്ങുകൾ, ഫ്ലേഞ്ചുകൾ, പ്ലഗുകൾ, ഗിയറുകൾ, ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ, കോളറുകൾ. സ്ട്രെലിംഗർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവ മെക്കാനിക്കായ ചാൾസ് ബുഷ്, ഫോർഡ് ആഴ്ചയിൽ 2-3 തവണ താൻ നിർമ്മിക്കുന്ന എന്തെങ്കിലും വാങ്ങാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചു. ചട്ടം പോലെ അദ്ദേഹം പണം നൽകി. പിന്നീട് അദ്ദേഹം ഒരു ചാർജ് അക്കൗണ്ട് തുറന്നു. ഉപകരണങ്ങൾ പോലുള്ള എന്തും മിസ്റ്റർ ഫോർഡിന് ഇഷ്ടപ്പെട്ടു, ഏത് തരത്തിലുള്ളതും. ഒരു ഉപകരണത്തിൽ വരുന്ന പുതിയ എന്തും അത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഹെൻറി ഫോർഡ് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ദീർഘനേരം ജോലി ചെയ്തിരുന്നു. രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഡിസൈനിംഗ്, നിർമ്മാണം, വാങ്ങൽ എന്നിവയുടെ ഈ തിരക്ക് ഉടൻ തന്നെ ഫലങ്ങൾ കൊണ്ടുവന്നു. 1897 അവസാനത്തോടെ ഫോർഡിന്റെ രണ്ടാമത്തെ കാർ പൂർത്തിയായി. എന്നിരുന്നാലും അദ്ദേഹം അത് പരിഷ്കരിക്കുകയും വിശദാംശങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. മിക്ക കാര്യങ്ങളിലും ഇത് ക്വാഡ്രിസൈക്കിളിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു വേർപിരിയലിനെ പ്രതിനിധീകരിക്കുന്നു. 4 സൈക്കിൾ ടയറുകളും 2 യാത്രക്കാർക്ക് കഷ്ടിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറിയ വണ്ടികളുമുള്ള യഥാർത്ഥ ബോക്സ് പോലുള്ള വണ്ടി, ഉയർത്തിയ പിൻ ടയറുകളും ചെറിയ മുൻവശത്തുള്ള ടയറുകളും ഉള്ള വലുതും നീളമേറിയതും ഒഴുകുന്നതുമായ രൂപകൽപ്പനയ്ക്ക് വഴിമാറി. 2 പേർക്ക് പര്യാപ്തമായ ഒരു വലിയ സ്റ്റഫ്ഡ് സീറ്റ്, കൂടുതൽ ശക്തവും അത്യാധുനികവുമായ എഞ്ചിൻ, ഒരു ഗ്ലാസ് ജാർ ബാറ്ററി സിസ്റ്റം, ഒരു ഗിയർബോക്സ് എന്നിവയ്ക്ക് മുകളിലായിരുന്നു. ഈ മോഡലിൽ ഇപ്പോഴും വാഹനം സ്റ്റിയറിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ടില്ല് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവറുടെ വലതു കൈയ്ക്ക് സമീപം സീറ്റിന് തൊട്ടുതാഴെയായി ഒരു ത്രോട്ടിൽ, സ്പാർക്കിംഗ്, നിയന്ത്രണം എന്നിവ സ്ഥാപിച്ചിരുന്നു. തന്റെ രണ്ടാമത്തെ വാഹനം സുരക്ഷിതമായി ഓടുന്നതിനാൽ ഫോർഡ് വാരാന്ത്യ വിനോദയാത്രകൾക്കായി ഡിയർബോണിലെ കുടുംബ ഫാമിലേക്ക് ഭാര്യയെയും മകനെയും കൂട്ടി പുറപ്പെട്ടു. മാർഗരറ്റ് ഫോർഡ് റുഡിമാന് തന്റെ കാറിൽ കുടുംബ ഭവനത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് വ്യക്തമായ ഓർമ്മയുണ്ടായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള കുതിരയില്ലാത്ത വണ്ടി കാണിക്കാൻ അദ്ദേഹം ക്ലാരയെയും എഡ്സലിനെയും ഫാമിലേക്ക് കൊണ്ടുവന്നു. ഇന്നത്തെ ഫോർഡ് റോഡിലൂടെ പടിഞ്ഞാറോട്ട് വരുമ്പോഴാണ് ആ ചെറിയ കാറിന്റെ എന്റെ ആദ്യ കാഴ്ച. ഒരു വശത്തെ ചക്രങ്ങൾ ഫാം വാഗണുകൾ നിർമ്മിച്ച ഒരു കുഴിയിൽ ആഴത്തിലായിരുന്നു. മറുവശത്തെ ചക്രങ്ങൾ റോഡിന്റെ മധ്യഭാഗത്ത് ഉയർന്നിരുന്നു. ക്ലാരയും എഡ്സലും അവനോടൊപ്പമുണ്ടായിരുന്നു. എല്ലാവരും ചരിഞ്ഞ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഹെൻറിയും ക്ലാരയും അന്ന് അവരുടെ കുതിരയില്ലാത്ത ചെറിയ വണ്ടിയെക്കുറിച്ച് അഭിമാനിച്ചു. പകൽ സമയത്ത് ഹെൻറി ഞങ്ങളെയെല്ലാം കൂടെ കൊണ്ടുപോയി. വളരെ വേഗതയിൽ തോന്നിയ ഒരു പ്രത്യേക അനുഭവവും കുതിരയില്ലാതെ നീങ്ങിയ ഈ വണ്ടിയിൽ ആദ്യമായി കയറിയപ്പോൾ എനിക്ക് തോന്നിയ അമ്പരപ്പും എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഹെൻറി തന്റെ ഇളയ സഹോദരന്മാർക്ക് മെക്കാനിക്കൽ വിശദാംശങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. സഹോദരിമാരുടെ ജീവൻ ഭയപ്പെടുത്തുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1898 ആയപ്പോഴേക്കും ഫോർഡിന്റെ രണ്ടാമത്തെ കാറിലെ മാറ്റങ്ങൾക്കായുള്ള ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. അദ്ദേഹം അത് പൊതുജന പരിശോധനയ്ക്ക് ലഭ്യമാക്കി. ഡെൻവറിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറും കുതിരയില്ലാത്ത വണ്ടിപ്രേമിയുമായ R.W. ഹാനിങ്ടൺ കിഴക്കൻ തീരത്തേക്കുള്ള ഒരു യാത്രയ്ക്ക് ശേഷം ഡെട്രോയിറ്റിൽ നിർത്തി. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മോട്ടോറൈസ്ഡ് വാഹനങ്ങൾ അദ്ദേഹം പരിശോധിച്ചിരുന്നു. മിഷിഗൺ മെഷീനിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഫോർഡുമായി സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ പ്രോട്ടോടൈപ്പ് പരിശോധിച്ച ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വാഹനത്തെക്കുറിച്ച് വളരെ അനുകൂലമായ ഒരു വിശകലനം എഴുതി. എഞ്ചിൻ ഡിസൈൻ, കൂളിംഗ് ടാങ്കുകൾ, കാർബ്യൂറേറ്റർ, ട്രാൻസ്മിഷൻ മെക്കാനിസം എന്നിവയെ ഹാനിങ്ടൺ വളരെയധികം പ്രശംസിച്ചു. പക്ഷേ ഗിയർ സിസ്റ്റം മതിയായതാണെന്ന് വിധിച്ചു. ഫോർഡിന്റെ ഓട്ടോമൊബൈലിൽ പ്രത്യേകിച്ച് പുതുമയുള്ളതായി ഒന്നുമില്ലെങ്കിലും
നിലവിലുള്ള ഘടകങ്ങളെ പരിഷ്കരിക്കുകയും ഒതുക്കത്തോടെ ക്രമീകരിക്കുകയും ചെയ്ത രീതിയിലാണ് അതിന്റെ ഗുണമുള്ളതെന്ന് എഞ്ചിനീയർ അഭിപ്രായപ്പെട്ടു. മുഴുവൻ രൂപകൽപ്പനയും എനിക്ക് വളരെ പൂർണ്ണമായി തോന്നുന്നു, എല്ലാ വിശദാംശങ്ങളിലും പ്രവർത്തിച്ചു, ഹാനിങ്ടൺ ഉപസംഹരിച്ചു. ലാളിത്യം, കരുത്ത്, സാമാന്യബുദ്ധി എന്നിവ മിസ്റ്റർ ഫോർഡിന്റെ വണ്ടിയിൽ ഉൾക്കൊള്ളുന്നതായി തോന്നുന്നു. വിജയകരമായ ഒരു വാഹനത്തിന് ഈ ആദർശങ്ങളാണ് അത്യാവശ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് വിൽക്കുമ്പോൾ ഈ വണ്ടി ഈ രാജ്യത്ത് നിർമ്മിച്ച ഏതൊരു വണ്ടിക്കും തുല്യമായിരിക്കണം. സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചും തന്റെ നായകനായ തോമസ് എഡിസണിന്റെ പ്രോത്സാഹനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും ഫോർഡ് ഒരു പ്രധാന ചുവടുവയ്പ് നടത്തി. അദ്ദേഹത്തിന്റെ പുതിയ ഓട്ടോമൊബൈൽ പ്രോട്ടോടൈപ്പ് പൊതുജനങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു പതിപ്പിനടുത്തെത്തി. എന്നാൽ ഒരു നീക്കം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആധുനിക വ്യാവസായിക അമേരിക്കയിൽ ചെറിയ തോതിലുള്ള ഉൽപ്പാദനത്തിന് പോലും ഒരു ഓർഗനൈസേഷനും മൂലധനത്തിന്റെ വിപുലമായ പ്രതിബദ്ധതയും ആവശ്യമായിരുന്നു. കൂടാതെ ഫോർഡിന് ഈ വിഭവങ്ങൾ ഇല്ലായിരുന്നു. 1890കൾ അവസാനിച്ചപ്പോൾ അങ്ങനെ ചെയ്തവരിൽ നിന്ന് സാമ്പത്തിക സഹായം തേടാൻ തുടങ്ങി. മെക്കാനിക്കൽ കണ്ടുപിടുത്തക്കാരനായ ഹെൻറി ഫോർഡ് മാറിനിന്നു. ഹെൻറി ഫോർഡ് എന്ന ബിസിനസ്സുകാരൻ മുന്നോട്ടു നീങ്ങി. ഒരു കണ്ടുപിടുത്തക്കാരനിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനിലേക്കുള്ള ഹെൻറി ഫോർഡിന്റെ പരിവർത്തനം. 1899 ജൂലൈയിലെ ഒരു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഹെൻറി ഫോർഡ് തന്റെ മോട്ടോർ വാഹനം ഡെട്രോയിറ്റിലെ ഒരു ഫാഷനബിൾ ഏരിയയിലെ പുറ്റ്നം ആൻഡ് വുഡ്വാർഡ് സ്ട്രീറ്റിന്റെ മൂലയിലുള്ള വില്യം എച്ച്. മർഫിയുടെ വീടിന് മുന്നിൽ നിർത്തി. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രമുഖ ബിസിനസ്സുകാരൻ ഫോർഡിന്റെ കുതിരയില്ലാത്ത വണ്ടിയിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും കാർ ഡെട്രോയിറ്റിൽ നിന്ന് ഓർച്ചാർഡ് തടാകത്തിലേക്കും പോണ്ടിയാക് വഴി തിരിച്ചും സഞ്ചരിക്കുമ്പോൾ തന്നെ കാണാൻ വരാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ആകെ 80 മൈൽ ദൂരം. ഇപ്പോൾ ഫോർഡ് പ്രഖ്യാപിച്ചു, ഞാൻ നിങ്ങളെ ആ സവാരിയിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. രണ്ടും കയറി പുറപ്പെട്ടു. ഫോർഡ് ഡ്രൈവ് ചെയ്യുകയും മർഫി യാത്രയുടെ ഒരു രേഖ സൂക്ഷിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം ഇന്ധനം ഉപയോഗിച്ചത്, കാറിന്റെ പെരുമാറ്റം, അത് സഞ്ചരിച്ച റോഡുകളുടെ അവസ്ഥ എന്നിവ രേഖപ്പെടുത്തി. ബിസിനസ്സുകാരൻ സംതൃപ്തനായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹം ലളിതമായി പറഞ്ഞു, ശരി, ഇപ്പോൾ നമുക്ക് ഒരു കമ്പനി സംഘടിപ്പിക്കാം. മർഫിയുടെ പിന്തുണ നേടിയെടുക്കുക എന്നത് ചെറിയൊരു നേട്ടമായിരുന്നില്ല. ഡെട്രോയിറ്റിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തോടെ ഫോർഡിനെ പിന്തുണയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ കരാർ, കുതിരയില്ലാത്ത വണ്ടി ഗണ്യമായ സാമ്പത്തിക ശേഷി വഹിക്കുന്നു എന്ന വ്യക്തമായ സാമ്പത്തിക സൂചന നൽകി. എന്നാൽ യഥാർത്ഥത്തിൽ ആധുനിക അമേരിക്കയിലെ ഏതൊരു വ്യാവസായിക സംരംഭത്തെയും പോലെ ഈ മോട്ടോർ വാഹനങ്ങൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. ഇതിന് ഗണ്യമായ മൂലധനം, സങ്കീർണമായ ഒരു ബിസിനസ് സംഘടനയുടെ നിർമ്മാണം, ഉൽപ്പന്നം വാങ്ങുന്നവർക്ക് എത്തിക്കുന്നതിന് മാർക്കറ്റിംഗ് കഴിവുകൾ വിന്യസിക്കൽ എന്നിവ ആവശ്യമായിരുന്നു. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇത് വികസിക്കുമ്പോൾ ഈ പ്രക്രിയയിൽ മർഫി ഒരു പ്രധാന വ്യക്തിയായിരിക്കും. നാടകത്തിലെ രണ്ട് പ്രധാന അഭിനേതാക്കളായ നൂതന മെക്കാനിക്കും സമ്പന്നനായ നിക്ഷേപകനും തമ്മിലുള്ള ബന്ധം ഹെൻറി ഫോർഡിന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ബോധത്തെക്കുറിച്ചുള്ള ഒരു പുരോഗതി റിപ്പോർട്ട് നൽകി. മർഫിയുമായുള്ള ഫോർഡിന്റെ ബന്ധം നിശബ്ദമായ അന്വേഷണങ്ങളുടെ ഒരു പരമ്പരയോടെ ആരംഭിച്ച സാമ്പത്തിക പിന്തുണയ്ക്കായുള്ള അന്വേഷണത്തിന്റെ പര്യവസാനമായിരുന്നു. 1898 ആയപ്പോഴേക്കും രണ്ടാമത്തെ വാഹനത്തിന്റെ വിജയകരമായ വികസനത്തോടെ ഫോർഡ് നിക്ഷേപകരെ തിരിച്ചറിയാനും ആകർഷിക്കാനും ശ്രമിച്ചു. എഡിസൺ ഇല്യൂമിനേറ്റിംഗ് കമ്പനിയുടെയും മിഷിഗൺ നാഷണൽ സേവിങ്സ് ബാങ്കിന്റെയും പ്രസിഡന്റായിരുന്ന ജോർജ് പെക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല ബന്ധങ്ങളിൽ ഒരാൾ. ഒരു കടയിൽ സ്വന്തം മോട്ടോർ കാർ ഉപയോഗിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു യുവ ഡയലറ്റന്റായ മകൻ ബാർട്ടൺ വഴി പെക്ക് കുതിരയില്ലാത്ത വണ്ടികളിൽ താൽപര്യം വളർത്തിയെടുത്തു. ഈ കുടുംബവുമായുള്ള ഫോർഡിന്റെ സൗഹൃദം ബാർട്ടന്റെ കടയുടെ ഒരു ഭാഗം സ്വന്തം ജോലിക്കായി ഉപയോഗിക്കുന്നതിന് കാരണമായി. മൂത്ത പെക്ക് ഒടുവിൽ ഫോർഡിന്റെ സംരംഭത്തിൽ ഒരു ഓഹരി ഉടമയായി. വില്യം ഫോർഡ് കുടുംബത്തിന്റെ പഴയ സുഹൃത്തും 1897-ൽ ഡെട്രോയിറ്റിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയറുമായ സിസ്റ്റർ മേബറി കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തെളിഞ്ഞു. ഊർജ്ജസ്വലനും കരിസ്മാറ്റിക് ബിസിനസ്സുകാരനും ഡെമോക്രാറ്റിക് രാഷ്ട്രീയക്കാരനുമായ ഈ വ്യക്തി ഫോർഡിന്റെ പദ്ധതിയിൽ ആദ്യകാല താൽപര്യം പ്രകടിപ്പിച്ചു. സാമഗ്രികൾ വാങ്ങുന്നതിനും ഔട്ട്സോഴ്സ് ചെയ്ത തൊഴിലാളികൾക്ക് പണം കടം കൊടുക്കുന്നതിനും കാറിന്റെ ശബ്ദത്തെക്കുറിച്ച് ചില പൗരന്മാർ പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗിക ലൈസൻസ് നൽകുന്നതിനും അദ്ദേഹം സഹായിച്ചു. ഫോർഡിന്റെ വൈദഗ്ധ്യവും വർദ്ധിച്ചുവരുന്ന പ്രശസ്തിയും മോട്ടോർ കാരിയേജുകളുടെ ലാഭസാധ്യതയെക്കുറിച്ചുള്ള ആവേശവും വിശാലമായ സംരംഭക താൽപര്യത്തിന് പ്രചോദനമായി. 1898-ലെ ശരദകാലത്തിൽ മേയർ മേബറിയും 3 ബിസിനസ്സുകാരും ഫോർഡിന്റെ ഓട്ടോമൊബൈൽ എന്റർപ്രൈസസിൽ ആദ്യത്തെ നിക്ഷേപകരായി. ഫോർട്ട് വെയ്ൻ ഇലക്ട്രിക്കൽ കോർപ്പറേഷനിലെ എല്ലറി ഗാർഫീൽഡ്, സ്റ്റാൻഡേർഡ് ലൈഫ് ആൻഡ് ആക്സിഡന്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ലിയോണാർഡ്, ഡോക്ടർ ബെഞ്ചമിൻ റഷ്ഹോയ്ഡ്, ഒരു ഫിസിഷ്യൻ എന്നിവർ ഫോർഡിന്റെ വികസന ചെലവുകൾ വഹിക്കുന്നതിനായി പണം മുൻകൂറായി നൽകാൻ മേബറിയിൽ ചേർന്നു. അവർ ഓരോരുത്തരും $500 നൽകി.
ഏതെങ്കിലും പേറ്റന്റുകൾ പങ്കിടുന്നതിനുള്ള വ്യവസ്ഥകൾ ഫോർഡുമായി തയ്യാറാക്കി, അത് തയ്യാറാകുമ്പോൾ ഓട്ടോമൊബൈൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു കോർപ്പറേഷൻ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അത്തരമൊരു കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ കരാർ പ്രകാരം ഫോർഡിനെ ന്യായമായ നഷ്ടപരിഹാരത്തിൽ നിയമിക്കും. 1899-ലെ വേനൽക്കാലത്തിന്റെ മധ്യത്തോടെ ഫോർഡിന് തന്റെ ഓട്ടോമൊബൈലിന്റെ രണ്ടാം പതിപ്പ് പൂർത്തിയാക്കാൻ ഈ സാമ്പത്തിക ലൈഫ്ലൈൻ അനുവദിച്ചു. ഉൽപാദനത്തിന് ഈ പ്രോട്ടോടൈപ്പ് പ്രതീക്ഷ നൽകുന്നതായി തോന്നി. ഡെട്രോയിറ്റ് ജേണലിൽ ഫോർഡിന്റെ ഓട്ടോമൊബൈലിന് പുതിയ സവിശേഷതകളുണ്ട്, ഒരു നൂതന യന്ത്രമാണ് എന്ന തലക്കെട്ടിലുള്ള ഒരു ലേഖനം കാറിനെക്കുറിച്ച് വിശദമായി വിവരിച്ചു. മുഴുവൻ കാറിന്റെയും ഒരു ചിത്രീകരണവും അതിന്റെ ഷാസി, ഗിയർ മെക്കാനിസത്തിന്റെ മറ്റൊരു ചിത്രവും ഉൾക്കൊള്ളുന്ന ലേഖനം ഹെൻറി ഫോർഡിനെയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക പിന്തുണക്കാരെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. എന്നിരുന്നാലും സ്വയം ഓടിക്കുന്ന വണ്ടികളുടെ മെക്കാനിക്കൽ സവിശേഷതകളെയും എഞ്ചിനെയും കുറിച്ചുള്ള വിപുലമായ വിവരണത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയത്. കൂടാതെ വാഹനത്തിലെ ഒരു ഹ്രസ്വയാത്രയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടറുടെ വിവരണത്തോടെയാണ് ഇത് അവസാനിച്ചത്. ഈ പ്രോട്ടോടൈപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ മറ്റ് ഡെട്രോയിറ്റ് നിക്ഷേപകർ ഫോർഡിനും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിന്തുണക്കാർക്കും ചുറ്റും തടിച്ചുകൂടാൻ തുടങ്ങി. വില്യം മക്മില്ലൻ മുതലാളിമാരുടെ ഒരു സമ്പന്ന കുടുംബത്തിലെ പിൻഗാമി, അവരുടെ വലിയ സ്വത്തുക്കളിൽ ഫോർഡ് വർഷങ്ങൾക്കു മുമ്പ് ജോലി ചെയ്തിരുന്ന ഡെട്രോയിറ്റ് ഡ്രൈ ഡോക്ക് കമ്പനിയുടെ ഉടമയായിരുന്നു. ഒരു വലിയ വിത്ത് സ്ഥാപനത്തിന്റെ ഉടമയായ ഡെക്സ്റ്റർ മേസൺ ഫെറി, നിരവധി മക്മില്ലൻ ആൻഡ് ഫെറി കോർപ്പറേഷനുകളുടെയും ബാങ്കുകളുടെയും ഡയറക്ടർ ആൽഫ്രഡ് വൈറ്റ്, മിഷിഗണിൽ നിന്നുള്ള തടി വ്യവസായിയും യു.എസ്. സെനറ്ററുമായ തോമസ് പാമർ, സമ്പന്നനായ ഒരു ലൈഫ് ഇൻഷുറൻസ് സെയിൽസ്മാൻ, ഡെട്രോയിറ്റ് സ്റ്റീൽ വർക്സിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പിതാവ് സമ്പാദിച്ച സമ്പത്തിന്റെ അവകാശി സാഫോർഡ് ഡെല്ലാനോ, കൂടാതെ മുകളിൽ പറഞ്ഞ ജോർജ് പെക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡെട്രോയിറ്റിലെ സാമ്പത്തിക സമൂഹത്തിലെ ഉന്നതർ ഹെൻറി ഫോർഡിന്റെ കുതിരയില്ലാത്ത വണ്ടിയുടെ നിർമ്മാണത്തിന് പിന്നിൽ തങ്ങളുടെ മൂലധനം നിക്ഷേപിക്കാൻ മുന്നോട്ടുവന്നു. പക്ഷേ മർഫിയായിരുന്നു പ്രധാനി. ഫോർഡിന്റെ മറ്റ് പിന്തുണക്കാർ തീർച്ചയായും ശ്രദ്ധേയരായിരുന്നെങ്കിലും ഡെട്രോയിറ്റ് വാണിജ്യ വൃത്തങ്ങളിൽ മർഫിയുടെ ഉയർന്ന പ്രശസ്തി ഫോർഡിന് തൽക്ഷണ വിശ്വാസ്യത നൽകുകയും മറ്റ് സാധ്യതയുള്ള നിക്ഷേപകർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. മാത്രമല്ല, മറ്റ് നിക്ഷേപകരിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത കുറച്ച് വർഷങ്ങളിൽ അദ്ദേഹം ഫോർഡ് എന്റർപ്രൈസസിൽ സജീവമായ പങ്കുവഹിച്ചു. 1855-ൽ മെയിനിലെ ബാങ്കോറിൽ തടിത്തൊഴിലാളികളുടെ ഒരു നീണ്ട നിരയിലാണ് മർഫി ജനിച്ചത്. മിഷിഗണിലേക്ക് കുടിയേറിയ ഒരു സമ്പന്നനായ മരത്തടി ഉടമയുടെ മകനായി ബിസിനസ്സും സംഗീതവും പഠിക്കാൻ ബോസ്റ്റണിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം മിഷിഗൺ സർവകലാശാലയിൽ പഠിച്ചിരുന്നു. മിഡ്വെസ്റ്റിലേക്ക് മടങ്ങിയപ്പോൾ മർഫി ബേ സിറ്റിയിലെ ഒരു മില്ലിൽ തന്റെ പിതാവിന്റെ കമ്പനിയിൽ ഒരു സ്ഥാനം ഏറ്റെടുത്തു. തടി ബിസിനസ് പഠിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സ്കൂൾ മുറിയായി ഇത് മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പിതാവിന്റെ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ ഡെട്രോയിറ്റിലേക്ക് മടങ്ങി. കുടുംബ തടിത്തൊഴിലാളി പ്രവർത്തനം മിഷിഗണിൽ നിന്ന് വിസ്കോൺസിനിലേക്കും പിന്നീട് പസഫിക് തടിത്തൊഴിലാളി കമ്പനിയുടെ സംഘടനയുടെ വടക്കൻ കാലിഫോർണിയയിലേക്കും വ്യാപിച്ചു. വർദ്ധിച്ചുവരുന്ന ലാഭം ക്രമേണ മർഫി കുടുംബത്തെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലേക്ക് നയിച്ചു. 1890കളോടെ മക്മില്ലൻ കുടുംബത്തോടൊപ്പം അവർ ഡെട്രോയിറ്റ് ഡൗൺടൗണിന്റെ വലിയൊരു ഭാഗം സ്വന്തമാക്കി. മറ്റ് വാണിജ്യ സംരംഭങ്ങളിൽ മർഫി പവർ കമ്പനി, മർഫി ഓയിൽ കമ്പനി, സൈമൺ ജെ. മർഫി കമ്പനി എന്നിവയുടെ രൂപീകരണം ഉൾപ്പെടുന്നു. മൂത്തതും ഇളയതുമായ മർഫി 1890കളോടെ അവരുടെ സമ്പത്തിന്റെയും ശക്തിയുടെയും ദൃശ്യമായ അടയാളമായി. ഡെട്രോയിറ്റിലെ ആദ്യത്തെ അമ്പരചുംബി കെട്ടിടമായ പെനോപ്സ്കോട്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അത് 1905ഓടെ 13 നിലകളിലും 1920കളിൽ 47 നിലകളിലും എത്തുമായിരുന്നു. വില്യം മർഫി ലോകത്തിന് മുന്നിൽ നിശബ്ദമായി ശക്തമായ ഒരു സാന്നിധ്യം പ്രദർശിപ്പിച്ചു. ഫോർഡ് പഠിക്കുന്നതുപോലെ തന്റെ ബിസിനസ് കാര്യങ്ങളിൽ അദ്ദേഹം കഠിനഹൃദയനായ വാണിജ്യ വിധിന്യായവും വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും സംയോജിപ്പിച്ചു. വിരോധാഭാസമെന്നു പറയട്ടെ, ബാല്യം മുതൽ മർഫിക്ക് ബദിർ ബാധിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ സ്നേഹം സംഗീതമായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം വയലിൻ വായിക്കാൻ ശ്രമിച്ചിരുന്നു. മുതിർന്നപ്പോൾ അദ്ദേഹം ഓർക്കസ്ട്രകളെ സംഘടിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. മർഫി ഡിട്രോയിറ്റ് സിംഫണി സൊസൈറ്റിയിലെ പ്രമുഖ ശക്തിയായി മാറി. ഡിട്രോയിറ്റ് സിംഫണി സൃഷ്ടിക്കുന്നതിനും സിംഫണി ഹാൾ നിർമ്മിക്കുന്നതിനും തന്റെ പണവും സമയവും ചെലവഴിച്ചു. മരണത്തിന് 4 വർഷം മുമ്പ് റേഡിയോയുടെ വികസനം അദ്ദേഹത്തിന്റെ സ്വകാര്യ ബോക്സിൽ ശക്തമായ സ്പീക്കറുകളും ഹെഡ്ഫോണുകളും സ്ഥാപിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന, എന്നാൽ പതിറ്റാണ്ടുകളായി നേരിയ തോതിൽ മാത്രം കേൾക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഓർക്കസ്ട്ര സംഗീതത്തിന്റെ ശബ്ദങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി വന്നു. കുതിരയില്ലാത്ത വണ്ടികളിൽ മർഫിക്ക് വളരെക്കാലമായി താൽപ്പര്യമുണ്ടായിരുന്നു. 1883-ൽ ഒരു സ്റ്റീം എഞ്ചിൻ ഫയർ വാഗൺ പരിശോധിക്കാൻ അദ്ദേഹം ഫിലാഡൽഫിയയിലേക്ക് പോയി. അതിൽ അദ്ദേഹം വളരെയധികം മതിപ്പുളവാക്കി. ഡിട്രോയിറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റിനായി ഒരു മോഡൽ വാങ്ങി. പ്രത്യക്ഷത്തിൽ ഫോർഡ് മർഫിയെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയിരുന്നു. ഡിയർബോണിലെ തന്റെ പിതാവിന്റെ സ്ഥലത്ത് ചെറിയ സോമില്ല് നടത്തിയിരുന്നപ്പോഴാണ്. 1898-ൽ
മേയർ മേബറിയിലൂടെ അവർ വീണ്ടും പരിചയപ്പെട്ടു. ഫോർഡിന്റെ കുതിരയില്ലാത്ത വണ്ടിയെ കേൾക്കുന്ന ആർക്കും പരിചയപ്പെടുത്തി. 1899 ജൂലൈയിൽ ഫോർഡിന്റെയും മർഫിയുടെയും ഓർച്ചാർഡ് തടാകത്തിലേക്കുള്ള നിർണായക ഓട്ടോമൊബൈൽ യാത്രയ്ക്ക് ഇത് വേദിയൊരുക്കി. മർഫിയുടെ അംഗീകാര മുദ്ര എല്ലാ സംശയങ്ങളും നീക്കി. ഫോർഡും അദ്ദേഹത്തിന്റെ നിക്ഷേപകരും 1899 ഓഗസ്റ്റ് 5 ഔദ്യോഗികമായി ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി രൂപീകരിച്ചു. ആ തീയതിയിൽ കൗണ്ടി ക്ലാർക്കിൽ സമർപ്പിച്ച കോർപ്പറേഷന്റെ പേപ്പറുകളിൽ കമ്പനി $1,50,000 മൂലധനമാക്കിയതായും $10,000 യഥാർത്ഥ പണം അതിൽ 1,500 ഷെയറുകളുടെ രൂപത്തിൽ നിക്ഷേപിച്ചതായും സൂചിപ്പിച്ചു. ഒരു ഓഹരി ഉടമയാണെങ്കിലും ഫോർഡ് പണം സംഭാവന ചെയ്തില്ല. കമ്പനിയുടെ ഓട്ടോമൊബൈലിന്റെ ശില്പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മെക്കാനിക്കൽ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഓഹരികൾ നൽകി. അവസാന ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ. ഡെട്രോയിറ്റ് ഓട്ടോമൊബൈൽ പിറന്ന് 10 ദിവസത്തിനു ശേഷം മോട്ടോർ വാഹനങ്ങളുടെ പുതിയ ലോകത്തിൽ തന്റെ ഭാവി ഉറപ്പിക്കാൻ ഹെൻറി ഫോർഡ് എഡിസൺ ഇല്യൂമിനേറ്റിംഗ് കമ്പനിയിൽ നിന്ന് രാജിവെച്ചു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം പഴയ ഒരു ശീലത്തിൽ മുഴുകി. വില്യം ഫോർഡിന്റെ ഫാമിൽ നിന്ന് പോയതിനെ അദ്ദേഹം ഒരിക്കൽ വിവരിച്ചതുപോലെ, ഇപ്പോൾ കമ്പനി വിടുന്നത് ഒരു അധികാര സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അദ്ദേഹം കരുതി. എന്റെ ഗ്യാസ് എഞ്ചിൻ പരീക്ഷണങ്ങൾ കമ്പനിയുടെ പ്രസിഡന്റിന് ഇടയിൽ എന്റെ അച്ഛന്റെ മെക്കാനിക്കൽ ചായ്വുകൾ പോലെ ജനപ്രിയമായിരുന്നില്ല, അദ്ദേഹം എഴുതി. എഡിസൺ കമ്പനി എനിക്ക് കമ്പനിയുടെ ജനറൽ സൂപ്രണ്ടിംഗ് വാഗ്ദാനം ചെയ്തു, പക്ഷേ എന്റെ ഗ്യാസ് എഞ്ചിൻ ഉപേക്ഷിച്ച് ശരിക്കും ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ എന്നെത്തന്നെ സമർപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ മാത്രം. അദ്ദേഹം നാടകീയമായി നിരീക്ഷിച്ചതുപോലെ, എനിക്ക് എന്റെ ജോലിക്കും എന്റെ ഓട്ടോമൊബൈലിനും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു.